ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാമി ഷാമി എന്നും വിളിച്ചിട്ടാണ് രോഹിത് വരുന്നത് കേട്ടോ. രോഹിത് കുടിച്ച് ലക്ക് കെട്ട് വരുന്നത് കാണുമ്പോൾ സത്യഭാമക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. സത്യഭാമ രോഹിത്തിൻ്റെ നേർക്ക് ചൂടാവണ്. എന്നും നീ ഈ ഒരു തൊഴിൽ ഇവിടെ എടുക്കുകയാണ്, നിനക്കറിയില്ല ഇവിടെ ആരും കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. അത് കേട്ട ഉടൻ തന്നെ അവിടെ രാഘവനും പറയാണ്, എന്താണ് രോഹിത് നീ കാട്ടിക്കൂട്ടുന്നത്? നീ ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊന്നും നീ അറിഞ്ഞില്ലേ? നിന്നെയല്ലടാ ഉപേന്ദ്രൻ ഈ പറയുന്ന ബിസിനസ്സിലോട്ട് നിന്നെയല്ലടാ ഉപേന്ദ്രനൊപ്പം നിർത്തിയത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരി ഷാമേ, നീ ഇവിടെ വന്നേടി, നിങ്ങളെല്ലാവരും കള്ളക്കൂട്ടങ്ങളാണ്. നിന്നോട് എന്താടാ ചോദിച്ചതിന് മറുപടി പറയാത്ത? പറയടാ, എന്താടാ നീ മറുപടി നൽകാത്ത? എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? എന്താണ് അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോ അവിടെ വീണ്ടും ഷാമയെ വഴക്ക് പറയലും അതുപോലെ തന്നെ സത്യഭാമയുടെ നേർക്ക് ഒച്ചയെടുക്കലൊക്കെ കാണുമ്പോൾ രാഘവന്റെ പിടിവിട്ടു പോവാണ് കേട്ടോ. രാഘവൻ രോഹിത്തിന്റെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അടിക്കുന്നു കേട്ടോ. അതോടുകൂടി ഒന്നും രണ്ടും പറച്ചില്ലാണ് അടി വരുന്നത്. അതോടുകൂടി രോഹിത്തിന് അങ്ങ് സഹിക്കില്ല കേട്ടോ. ആഹാ, നിങ്ങൾ എന്നെ അടിച്ചോ, എന്നാൽ നിങ്ങളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാഘവനെ ഒരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടുമ്പോൾ രാഘവൻ ചെന്ന് വീഴുന്നത് സോഫയിലോട്ടാണ് കേട്ടോ, രോഹിത്തിന്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ഒരു അടി വീഴുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ വിഷ്ണു വണ്ടിയിൽ വന്ന് ഇറങ്ങി താൻ കാണുന്ന കാഴ്ച തന്റെ അച്ഛനെ ചവിട്ടിയ രോഹിത്തായിരിക്കൂട്ട. രോഹിത്ത് തന്റെ അച്ഛനെ ഉപദ്രവിച്ചത് കാണുകയുടെ, നീ എന്റെ അച്ഛനെ അടിക്കാൻ മാത്രം ആയടാ, എടുത്തു വളർത്തിയ നീ എന്റെ അച്ഛന്റെ കൈക്ക് തന്നെ കൊത്തിയടാ എന്ന് പറഞ്ഞ് രോഹിത്തിനെ തലങ്ങും വിലങ്ങൂട്ട് അടിക്കാൻ കേട്ടോ. ഇതേ സമയം ശ്യാമ വിഷ്ണുട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പപ്പി ഓടി വരണേ, വിഷ്ണുച്ച എന്റെ അച്ഛനെ അടിക്കല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന രോഹിത് തന്റെ അച്ഛനെ എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ അത് വല്ലാതെ നെഞ്ചിൽ തട്ടണം കേട്ടോ. പിന്നീട് വിഷ്ണു പറയണേ, എന്തിനാടാ നീ എന്റെ അച്ഛനെ ചവിട്ടിയത്? നീയല്ലടാ ബിസിനസ് ചെയ്തത്, എങ്ങനെയാടാ ഈ കടമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് അവിടെ ഉത്തരമില്ല കേട്ടോ. അപ്പൊ സത്യഭാമ ചോദിക്കുന്നുണ്ട് എന്താടാ എന്ന് പറയുമ്പോൾ രോഹിത്തിന്റെ വെളിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സമയം രാഘവൻ പറയാണ്, പോട്ടെ, ഞാൻ തെറ്റുപറ്റി, എൻ്റെ കൈകൾ കൊണ്ട് അവനെ ഞാൻ അടിച്ചു. ക്ഷാമേ, നീ എന്നോട് ക്ഷമിക്കണം. നിന്റെ മുന്നിൽ അവനെ ഒരിക്കലും അടിക്കാൻ പാടില്ല. പക്ഷെ അവൻ കുടിച്ച് വന്ന് കണ്ടപ്പോഴും പിന്നെ എന്താണ് ശരിക്കും ഈ ബിസിനസ്സിൽ ഉണ്ടായതെന്ന സത്യാവസ്ഥ അവൻ പറയാതിരുന്നപ്പോഴും എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അവനെ അടിച്ചതെന്ന് ക്ഷാമയോട് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം സത്യഭാമയാണെങ്കിലോ ഈശ്വര ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയണ, ഇതിനെല്ലാം കാരണക്കാരി നീ തന്നെയാണ്, നീയാണ് ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്, എന്തായാലും നീ തന്നെ അങ്ങ് തീർത്തോ എന്ന് പറയുമ്പോൾ രാഘവേട്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? മാറി നിൽക്കുക, ഇതിൽ കൂടുതൽ എന്ത് പറ്റാനെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് ശ്യാമയാണെങ്കിലും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പപ്പിയും അതേ അവസ്ഥയിലായിരിക്കുകയാണ്. ആകെ കുടുംബം ചിന്ന ഭിന്നമായിരിക്കുന്നു. എന്നാൽ രോഹിത്തിന്റെ അരികിലോട്ട് വിഷ്ണു ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ സമയം വിഷ്ണു രോഹിത്തിനോട് ഇങ്ങനെ ചോദിക്കാൻ ഒരുങ്ങുമ്പോൾ രോഹിത് വലിയ ഒരു മൈൻഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. രോഹിത്തിന്റെ മനസ്സിൽ മുഴുവൻ പകയായിരിക്കും കേട്ടോ. എന്നാൽ ഈ സമയം സത്യഭാമയാണെങ്കിലോ, ഈ മോനെ വിഷ്ണു, ഇനി ഞാൻ എന്ത് ചെയ്യൂടാ ഈ വീട് നഷ്ടപ്പെടാതിരിക്കാൻ എന്നുള്ള ആ ഒരു ആവശ്യവുമായിട്ട് എങ്ങനെ സത്യഭാമ വിഷ്ണുവിന്റെ മുന്നിൽ വരുമ്പോൾ അച്ഛൻ ഒരുപാട് തവണ അമ്മയോട് പറഞ്ഞതല്ലേ ഈ ഒരു ബിസിനസ് നമുക്ക് വേണ്ടെന്ന്, ചിറ്റപ്പനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് അച്ഛൻ ഒരുപാട് തവണ. ഇനിയും നിന്റെ അച്ഛനെ പോലെ എന്നെ കുത്തി നോവിക്കുകയാണോടാ, ഇത് എനിക്ക് തെറ്റുപറ്റിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ തെറ്റ് എങ്ങനെ തിരുത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അമ്മേ ഇവിടെ കളിച്ചിരിക്കുന്നത് ശാലിനി എന്നോട് പറഞ്ഞ, ശാലിനി എന്ന് പറയുമ്പോഴേക്കും സത്യഭാമയുടെ മുഖം മാറി മറിയാനിട്ട്. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്, അമ്മേ ശാലിനി എന്നോട് ചെറുതായി സൂചിപ്പിച്ചിരുന്നു, വനം വകുപ്പിൽ നിന്നും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നെന്ന്, റവന്യൂക്കാരുമായാണ് കളിയെന്ന് അങ്ങനെയൊക്കെ അവൾ എന്നോട് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇനി ഇത് ഇന്നോ നാളെ വരുന്ന എപ്പിസോഡല്ല, ഇനി സത്യഭാമയ്ക്ക് എങ്ങനെ ഈ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും, തൻ്റെ വീട് നഷ്ടപ്പെടാതെ എങ്ങനെ തനിക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. കാരണം രാഘവന്റെ അവസ്ഥ മോശമായും കൊണ്ടിരിക്കും. രാഘവന് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല തൻ്റെ വീട് വിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ രാഘവന്റെ ആ വാശിയും ദേഷ്യവും മുന്നോട്ടുള്ള പോക്കും കാണുമ്പോൾ സത്യഭാമക്ക് പേടിയാവണം കേട്ടോ. അങ്ങനെ വിഷ്ണുവും സത്യഭാമയും കൂടി ഒരു തീരുമാനമെടുക്കുകയാണ്, ഉപേന്ദ്രനെ ചെന്ന് കാണാമെന്നുള്ള. ഉപേന്ദ്രൻ എവിടെയാണെന്ന് തേടിപ്പിടിച്ച് വിഷ്ണുവും സത്യഭാമയും ഉപേന്ദ്രന്റെ മുന്നിലോട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉപേന്ദ്രനോട് സത്യഭാമ പറയണം, ഉപേന്ദ്ര, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങിയത്, എന്നിട്ട് നീ എന്തിനാണ് എന്നെ ചതിച്ചത്? അതിന് മാത്രം എന്ത് വഞ്ചനയാണ് നിന്നോട് ഞാൻ ചെയ്തത്? രാഘവേട്ടന് പോലും നിന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം നീ രാഘവേട്ടനെ പണ്ട് വഞ്ചിച്ചതാണ്. എന്നാൽ ഇപ്പോഴും നീ അത് തന്നെയല്ലേ ചെയ്തത്? എന്നിട്ട് ഈ ബിസിനസ്സിന് ഇറങ്ങിയപ്പോൾ എന്തിനാ എൻ്റെ സത്യാമ്മേ
നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ ഈ ബിസിനസ്സിൽ വലിയ ലാഭം കണ്ടിട്ടല്ലേ എൻ്റെ കൂടെ നിന്നത്? ഒരു ബിസിനസ് ആവുമ്പോൾ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാവില്ലേ? അത് കേട്ട ഉടനെ തന്നെ ഇത് ഷെയർ ആയിട്ട് തുടങ്ങിയ ബിസിനസ് അല്ലേ, ഇതിൽ നിങ്ങൾക്കുമില്ലേ? അപ്പോൾ അത് കേട്ട ഉടനെ ഇത് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അപ്പോഴേക്കും വിഷ്ണുവിന്റെ സ്വഭാവം മാറണം കേട്ടോ. എടോ താൻ എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രന്റെ കഴുത്തിനങ്ങ് പിടിക്കുമ്പോൾ ഉപേന്ദ്രൻ പറയണേ, അതെ തൊട്ടുകളി വേണ്ട, ഇപ്പോൾ നിങ്ങളുടെ വീട് പോയെങ്കിൽ ഇനിയിപ്പോ എന്റെ ദേഹത്ത് കൈത്തൊട്ടാൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കിടക്കേണ്ടി വരുമെന്നും പറയുന്നു കേട്ടോ. ഈ സമയം മോനെ വിഷ്ണു വേണ്ട വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ സത്യഭാമ. അങ്ങനെ ഉപേന്ദ്രനോട് പറയണേ എന്താണ് ഇതിന് വഴി. അപ്പോഴേക്കും ഉപേന്ദ്രന്റെ മുന്നിൽ നിന്ന് വിഷ്ണു അങ്ങ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സത്യഭാമ ചോദിക്കാൻ, ഉപേന്ദ്ര എന്നെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഒരിക്കലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് നഷ്ടപ്പെടരുതെന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ പറയാണ്, ശരി ഞാൻ ഈ പണം ഇറക്കിക്കോളാം, ആ 15 കോടി ഞാൻ കൊടുത്തോളാം, പക്ഷെ എനിക്കൊരു ഉപാധി ഉണ്ടെന്ന് പറയട്ടോ. ഉപാധിയോ? എന്ത് ഉപാധി എന്ന് ചോദിക്കുമ്പോൾ, അതെ വിഷ്ണു എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്ന് പറയട്ടോ. ഉപേന്ദ്ര നീ എന്താ ഈ പറയുന്നത്? അതെ വിഷ്ണു എൻ്റെ മകളെ കല്യാണം കഴിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമയാണെങ്കിൽ ആദ്യം ഒന്ന് ഞെട്ടും, പിന്നീട് വിഷ്ണു വരുന്നുണ്ട്. അങ്ങനെ വിഷ്ണുവിനോട്, വിഷ്ണു നിനക്ക് സമ്മതമാണ് എൻ്റെ മകളെ കെട്ടാൻ? എന്താടാ താനീ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അയാളുടെ കഴുത്തിനങ്ങ് പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും, എങ്കിൽ നിങ്ങളുടെ വീട് അങ്ങ് നഷ്ടപ്പെടും, അത്ര തന്നെ 15 കോടി അങ്ങ് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ, അപ്പൊ ആ വീടും അങ്ങ് മറന്നേക്കെ, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. എൻ്റെ മകളെ വിഷ്ണു കല്യാണം കഴിക്കുകയാണെങ്കിൽ 15 കോടി കൊടുത്ത് നിങ്ങൾക്ക് ആ വീട് വിഷ്ണുവിന്റെ പേരിലും എൻ്റെ മകളുടെ പേരിലും ഞാൻ എഴുതി തരാമെന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം സത്യഭാമ അത് പറയാണ്, മോനെ നിന്റെ അച്ഛന്റെ അവസ്ഥ ആലോചിച്ച് നീ ഒന്ന് വേഗം ഇവന്റെ മകളെ കല്യാണം കഴിക്കാൻ നോക്കെന്ന് പറയുന്നുണ്ട്. കാരണം സത്യഭാമക്ക് ഒന്നും തന്നെ അറിയുന്നില്ലല്ലോ, തന്റെ 2 പേരക്കുട്ടികളാണ് ഈ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള സത്യം അറിയില്ല. അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ സത്യഭാമ വിവാഹത്തിന് ഇങ്ങനെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് സത്യഭാമ തൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി തൻ്റെ കാല് പിടിക്കാൻ ഞാൻ തയ്യാറാടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോട് കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇനി ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും കല്യാണം നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വിവാഹത്തോടു കൂടി ശാലിനിയുടെ കഴുത്തിൽ വിഷ്ണു താലി കെട്ടുന്ന ആ കിടുക്കൻ രംഗമാണ്. അപ്പൊ അങ്ങനെയാണ് റീമേക്ക് നടന്നത്. അതിനുശേഷമാണ് ആ വീട് നഷ്ടപ്പെട്ട് അവര് ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും പപ്പി ഇനി എന്ത് എന്ന് ചോദ്യചിഹ്നമായിരിക്കാണ്. പപ്പിയെ നോക്കാൻ രോഹിത് ഒരിക്കലും തയ്യാറാവില്ല. പക്ഷെ അവിടെ ശ്യാമയെ ഒറ്റയ്ക്കിട്ട് പോവാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതൊന്നും 1-2 എപ്പിസോഡുകളല്ല, 1-2 ഒരു എപ്പിസോഡ് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇനി ഉപേന്ദ്രന്റെ മകളുമായിട്ട് വിഷ്ണുവിന്റെ കല്യാണം ഉറപ്പിക്കാണ്. തൻ്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിനെ അത് തല കുനിക്കേണ്ടി വരികയാണ്. സമ്മതമില്ലെങ്കിലും അതിന് വിഷ്ണു മുതിരയാണ്. കാരണം രാഘവന്റെ നില മാറിക്കൊണ്ടിരിക്കും. രാഘവൻ സമതല നെറ്റിയവനെ പോലെ പെരുമാറുമ്പോൾ തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി വിഷ്ണു സമ്മതം മൂളും. പക്ഷേ ശാലിനി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടാവും, ആ കല്യാണം ഒരിക്കലും കഴിക്കേണ്ടി വരില്ല എന്നുള്ള വാക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വിഷ്ണു അതേ വാക്ക് ശാലിനിക്കും കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ഒരിക്കലും അവളുടെ കഴുത്തിൽ താലി കെട്ടില്ല. പക്ഷെ ഇപ്പോഴെനിക്ക് ആരോടൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ എങ്ങനെയാണ് വിഷ്ണു പോയത് അതുപോലെ തന്നെ വിഷ്ണുവിനെ ഒരു വിലങ്ങിട്ടതുപോലത്തെ ഒരു അവസ്ഥയാവും. അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി നമുക്ക് മുന്നിൽ ഇനി കാണാനിരിക്കുന്നത് കേട്ടോ.